കുട്ടികളെ, എല്ലാവർക്കും മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് 4th മൊഡ്യൂൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്നതിനെക്കുറിച്ചാണ് നാം ഇവിടെ പഠിക്കാൻ പോകുന്നത്. ലേണിംഗ് ഔട്ട്കം. വാട്ട് ഈസ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്? സാമ്പത്തിക ആസൂത്രണം എന്നാൽ എന്ത്? ഫിനാൻഷ്യൽ പ്ലാനിംഗ് പ്രോസസ് ആൻഡ് ബെനിഫിറ്റ്സ്. സാമ്പത്തിക ആസൂത്രണ പ്രക്രിയയും അതുകൊണ്ടുള്ള നേട്ടങ്ങളും. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ്. നിക്ഷേപങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെ? വാട്ട് ഈസ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്? എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്? ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ ഇൻകം ടാക്സ് പ്ലാനിംഗ്. ആദായ നികുതി ആസൂത്രണത്തിനായുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ റിട്ടയർമെൻറ്റ് പ്ലാനിംഗ്. വിരമിക്കൽ ആസൂത്രണം എന്നാൽ എന്ത്? അതിനാവശ്യമായ ഉപകരണങ്ങൾ എന്തൊക്കെ? ആദ്യമായി ഫിനാൻഷ്യൽ പ്ലാനിംഗ് അഥവാ സാമ്പത്തിക ആസൂത്രണം എന്താണെന്ന് നോക്കാം. ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻപായി തയ്യാറാക്കുന്ന രൂപരേഖ അഥവാ മുന്നൊരുക്കത്തെയാണ് ആസൂത്രണം അല്ലെങ്കിൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഒരാൾ തൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി തൻ്റെ ധനവിനിയോഗത്തിൽ വരുത്തുന്ന നിയന്ത്രണത്തെയാണ് സാമ്പത്തിക ആസൂത്രണം അഥവാ ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഒരു വീട് വാങ്ങുക, തങ്ങളുടെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം എന്നിവ ജീവിത ലക്ഷ്യത്തിന് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് ഇസ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് പ്രോസസ്. അതായത് സാമ്പത്തിക ആസൂത്രണ പ്രക്രിയ എന്താണെന്ന് നോക്കാം. There are 6 steps for the financial planning process. സാമ്പത്തിക ആസൂത്രണ പ്രക്രിയയ്ക്ക് 6 ഘട്ടങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ഗ്യാദറിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് ദ ക്ലയൻറ്റ്. അതായത് ഒന്നാമതായി ആർക്കാണോ സാമ്പത്തിക ആസൂത്രണം നടപ്പിലാക്കേണ്ടത് ആ വ്യക്തിയുടെ സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കുക. സെക്കൻഡ് വൺ ഈസ് സെറ്റിംഗ് ലൈഫ് ഗോൾസ്. അതായത് ജീവിത ലക്ഷ്യങ്ങൾ ക്രമീകരിക്കുക. തേർഡ് വൺ, എക്സാമിനിങ് കറൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. അതായത് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുക. ഫോർത്ത് വൺ, ഡെവലപ്പിംഗ് ആൻഡ് പ്രസൻറ്റിംഗ് ഫിനാൻഷ്യൽ പ്ലാൻ. അതായത് വ്യക്തിക്കോ സ്ഥാപനത്തിനോ ആവശ്യമായ സാമ്പത്തിക പദ്ധതി വികസിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുക. ഫിഫ്ത്ത് വൺ, ഇംപ്ലിമെൻറ്റിംഗ് പ്ലാൻ. അതായത് സാമ്പത്തിക പദ്ധതി നടപ്പിലാക്കുക. ആൻഡ് സിക്സ്ത് വൺ ഇസ് മോണിറ്ററിംഗ് ആൻഡ് റിവ്യൂവിംഗ് ഫിനാൻഷ്യൽ പ്ലാൻ. അതായത് സാമ്പത്തിക പദ്ധതിയെ നിരന്തരം നിരീക്ഷിക്കുകയും അവലോകനം ചെയ്യുകയും വേണം. നെക്സ്റ്റ് ഇസ് ബെനിഫിറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്. അതായത് സാമ്പത്തിക ആസൂത്രണം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ഒരു സാമ്പത്തിക ആസൂത്രണം വഴിയായി ഒരു വ്യക്തിക്ക് തൻ്റെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുവഴിയായി തൻ്റെ ധനവിനിയോഗത്തെ നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നതിനും എന്തെങ്കിലും പാഴ്ചെലവുകളുണ്ടെങ്കിൽ അതിനെ നിർത്തുവാനും സഹായിക്കുന്നു. കൂടാതെ മിച്ചം വരുന്ന പണത്തെ ന്യായമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാനും സമ്പാദ്യത്തെ കാര്യക്ഷമമായ നികുതിയോടുകൂടി സംരക്ഷിക്കുന്നതിനും വളരുന്നതിനും സഹായിക്കുന്നു. അതുകൂടാതെ ഒരു വ്യക്തി തൻ്റെ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ നല്ല ഒരു ജീവിതശൈലി തുടരുന്നതിന് ആവശ്യമായ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിനും സഹായിക്കുന്നു. നെക്സ്റ്റ് ഇസ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ സാമ്പത്തിക നിക്ഷേപം എന്താണെന്ന് നോക്കാം. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ നല്ല ഒരു നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു നിശ്ചിത തുക മാറ്റിവെക്കുന്നതിനെയാണ് സാമ്പത്തിക നിക്ഷേപം എന്ന് പറയുന്നത്. ഇനി നിക്ഷേപങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം. ദാറ്റ് മീൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഫസ്റ്റ് വൺ, റിട്ടേൺ. അതായത് നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം. സെക്കൻഡ് വൺ,
റിസ്ക്, അതായത് നിക്ഷേപ തുക നഷ്ടപ്പെടുവാനുള്ള സാധ്യത. തേർഡ് വൺ സേഫ്റ്റി, അതായത് സുരക്ഷിതമായ നിക്ഷേപവും അതിൽ നിന്നുള്ള വരുമാനവും. ആൻഡ് ഫോർത്ത് വൺ ഈസ് ലിക്വിഡിറ്റി, അതായത് നിക്ഷേപം എളുപ്പത്തിൽ പണമാക്കി മാറ്റുവാനുള്ള സാധ്യത. ഇനി പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ സാമ്പത്തിക നിക്ഷേപങ്ങളുടെ സമാഹാരത്തെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്തായിരിക്കും? ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ നിക്ഷേപങ്ങൾ നിയന്ത്രിക്കുന്നതിനെയാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് നീഡ് ഫോർ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, അതായത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന്റെ ആവശ്യകത എന്താണെന്ന് നോക്കാം. മികച്ച നിക്ഷേപ പദ്ധതി തിരഞ്ഞെടുക്കുന്നതിന് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സഹായിക്കുന്നു. കൂടാതെ നിക്ഷേപ തുക നഷ്ടപ്പെടാനുള്ള സാധ്യത കുറയ്ക്കുന്നു. സാമ്പത്തിക നിക്ഷേപത്തിൽ നിന്നും നല്ല ലാഭമുണ്ടാക്കുവാനുള്ള അവസരം വർദ്ധിപ്പിക്കുന്നു. അതുകൂടാതെ ഒരു വ്യക്തിയുടെ ആവശ്യത്തിനനുസരിച്ചുള്ള നിക്ഷേപ പദ്ധതി കണ്ടെത്തുവാൻ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ ഇസ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഫോർ ഇൻഷുറൻസ്. ഇൻഷുറൻസ് ഇസ് എ മീൻസ് ഓഫ് പ്രൊട്ടക്ഷൻ ഫ്രം ദ റിസ്ക് ഓഫ് ആൻ അൺസർട്ടൺ ഫിനാൻഷ്യൽ ലോസ്. അതായത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അനിശ്ചിതമായ സാമ്പത്തിക നഷ്ടസാധ്യതയ്ക്കുള്ള പരിരക്ഷണ ഉപാധിയാണ്. അതിന് ഉദാഹരണങ്ങളാണ് ലൈഫ് ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, ഡിസബിലിറ്റി ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ് എന്നിവ. നെക്സ്റ്റ് ഇസ് ഇൻകം ടാക്സ് പ്ലാനിംഗ്, അതായത് ആദായ നികുതി ആസൂത്രണം. ടാക്സ് പ്ലാനിംഗ് മീൻസ് റിഡക്ഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ഓൺ ഇൻകം ബൈ ദ വേ ഓഫ് എക്സംഷൻസ്, ഡിഡക്ഷൻസ് ആൻഡ് ബെനിഫിറ്റ്സ്. അതായത് നികുതി ആസൂത്രണം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ആദായത്തിന്മേലുള്ള നികുതി ബാധ്യത ഒഴിവാക്കലുകൾ, കിഴിവുകൾ, ആനുകൂല്യങ്ങൾ എന്നീ മാർഗത്തിലൂടെ കുറയ്ക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് പോപ്പുലർ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് ഫോർ ഇൻകം ടാക്സ് പ്ലാനിംഗ്, അതായത് ആദായ നികുതി ആസൂത്രണത്തിന് അഥവാ ആദായ നികുതി ലാഭിക്കുന്നതിനായുള്ള ജനപ്രിയ നിക്ഷേപ ഉപകരണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്, പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്സ് അക്കൗണ്ട്സ്, സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം, അതായത് മുതിർന്ന പൗരന്മാർക്കായുള്ള സമ്പാദ്യ പദ്ധതി, മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം, മെഡിക്കൽ ബില്ലുകൾ അടയ്ക്കുന്നതിനായുള്ള ഇൻഷുറൻസ് പദ്ധതി, ലൈഫ് ഇൻഷുറൻസ് പോളിസി, നാഷണൽ പെൻഷൻ സ്കീം, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്സ്, 5-year ടാക്സ് സേവിംഗ് ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതായത് നികുതി ലാഭിക്കുന്നതിനായി 5 വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപം, പെൻഷൻ പ്ലാൻ, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡൻസ്, അതായത് അംഗപരിമിതരായ ആശ്രിതർക്കുള്ള ചികിത്സ, ട്രീറ്റ്മെൻറ്റ് ഫോർ സ്പെസിഫൈഡ് ഡിസീസസ്, അതായത് നിർദ്ദിഷ്ട രോഗങ്ങൾക്കുള്ള ചികിത്സ, ഹോം ലോൺസ്, എഡ്യൂക്കേഷൻ ലോൺ ഫോർ ദ ഹയർ എഡ്യൂക്കേഷൻ ഓഫ് ഹിംസെൽഫ്, സ്പൗസ് ഓർ ചിൽഡ്രൻ, അതായത് തൻ്റെയോ തൻ്റെ ജീവിത പങ്കാളിയുടെയോ തൻ്റെ കുട്ടികളുടെയോ ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള ലോൺ, രാജീവ് ഗാന്ധി ഇക്വിറ്റി സേവിംഗ് സ്കീം, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഫ്രം ദ സെയിൽ ഓഫ് ഇക്വിറ്റി ഷെയർസ്, അതായത് ഇക്വിറ്റി ഷെയറുകൾ വിൽക്കുന്നത് വഴിയുള്ള ദീർഘകാല മൂലധന നേട്ടം, ഡൊണേഷൻ ഫോർ ചാരിറ്റി, ഫിലാൻട്രോപ്പിക് പർപ്പസ് ആൻഡ് നാഷണൽ റിലീഫ് ഫണ്ട്, അതായത് കാരുണ്യ പ്രവർത്തനത്തിനും മനുഷ്യ സ്നേഹത്തിനുമായുള്ള സംഭാവന, ദേശീയ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള സംഭാവന തുടങ്ങിയവ ആദായ നികുതി ലാഭിക്കുന്നതിനായുള്ള ജനപ്രിയ നിക്ഷേപ ഉപകരണങ്ങൾ. നെക്സ്റ്റ് ഇസ് റിട്ടയർമെന്റ് പ്ലാനിംഗ്. Retirement is the withdrawal from one's position or occupation or from one's active working life. അതായത് ഒരാളുടെ സജീവമായ തൊഴിലിൽ നിന്നുമുള്ള പിൻവലിക്കലിനെയാണ് വിരമിക്കൽ അഥവാ റിട്ടയർമെന്റ് എന്ന് പറയുന്നത്.
Retirement planning refers to the allocation of savings or revenue for retirement to achieve financial independence. അതായത് തൻ്റെ ജോലിയിൽ നിന്നുള്ള വിരമിക്കലിനു ശേഷം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനായി തൻ്റെ സമ്പാദ്യത്തെയോ വരുമാനത്തെയോ ആസൂത്രണം ചെയ്യുന്നതിനെയാണ് വിരമിക്കൽ ആസൂത്രണം അഥവാ റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് റീസൺ ഫോർ റിട്ടയർമെൻറ്റ് പ്ലാനിംഗ്. അതായത് വിരമിക്കൽ ആസൂത്രണത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഇൻക്രീസ് ഇൻ ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് ആയുർദൈർഘ്യത്തിലുള്ള വർധന. സെക്കൻഡ് വൺ ഷോർട്ട് ഫോൾ ഇൻ എംപ്ലോയർ ഫണ്ടഡ് പെൻഷൻ ഫണ്ട്സ്, അതായത് തൊഴിലുടമ ധനസഹായമുള്ള പെൻഷൻ ഫണ്ടുകളുടെ കുറവ്. തേർഡ് വൺ ചേഞ്ച് ഓഫ് സോഷ്യൽ സ്ട്രക്ചേഴ്സ്, അതായത് സാമൂഹിക ഘടനകളുടെ മാറ്റം. ഫോർത്ത് വൺ ലാക്ക് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം, അതായത് സാമൂഹിക സുരക്ഷാ സംവിധാനത്തിൻ്റെ അഭാവം. ഫിഫ്ത്ത് വൺ ഡിസയർ ടു റിമെയിൻ കോൺട്രിബ്യൂട്ടർ, അതായത് സംഭാവകനായി തുടരാനുള്ള ആഗ്രഹം. ആൻഡ് ദ സിക്സ്ത് വൺ ഇസ് റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ, അതായത് സന്തോഷപ്രദമായ വിശ്രമ ജീവിതത്തിനായി നല്ലൊരു റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് ആവശ്യം. നൗ വി ക്യാൻ സീ ദ എക്സിസ്റ്റിംഗ് പെൻഷൻ പ്രോഡക്ട്സ് അവൈലബിൾ ഇൻ ഇന്ത്യ, അതായത് ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള പെൻഷൻ പ്രോഡക്ട്സ് ഏതൊക്കെയെന്ന് നോക്കാം. സിവിൽ പെൻഷൻ സ്കീം, ന്യൂ പെൻഷൻ സ്കീം ഫോർ ഓൾ സിറ്റിസൺസ്, എംപ്ലോയി പെൻഷൻ സ്കീം, മൈക്രോ പെൻഷൻ സ്കീം, annuity schemes, employee provident fund, public provident fund, national social assistance program like national old age pension scheme, national widow pension scheme, national disability pension scheme, national family benefit scheme and Annapurna. എല്ലാവർക്കും ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.